ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ ഇഷിതയ്ക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ ആ കോളിൽ ചോദിക്കുന്നത് ആക്സിഡൻറ്റ് നടന്ന വഴി നിങ്ങളുടെ കാറ് പോയായിരുന്നോ എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറയുകയാണെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു എൻ്റെ വണ്ടി പോയിട്ടില്ലല്ലോ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കേ ഇല്ല, ഡോക്ടറിൻ്റെ വണ്ടി പോയതുപോലെ ഒരു ഇത് കിട്ടി, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ടാക്കിയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ഊട്ടിയിലെ ആ സ്കൂളാണ്, നമ്മുടെ ആദ്യം പഠിക്കുന്ന ആ സ്കൂൾ. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പള് എല്ലാവരോടും അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടുത്തെ ഒരു ടീച്ചർ വന്നിട്ട് പറയുകയാണ്, അതെ പ്രിൻസിപ്പൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട് മാഡം, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. അതെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യനില്ലേ, ആദിത്യൻ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലെന്നോ? നമ്മുടെ സ്കൂൾ ബസ് തന്നെയാണോ കയറിയത്? അതെ, സ്കൂൾ ബസ് തന്നെയാണ് കയറിയത്, അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ആ കുട്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവും. ഇല്ല മാഡം, ബാഗുകളും ഒക്കെ വണ്ടി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി പോയിട്ടില്ലെന്ന് തന്നെയാണ് ഉറപ്പ്. ദൈവമേ, ആ കുട്ടി പിന്നെ എവിടെ പോയെന്നാ? അറിയില്ല മാഡം. ദൈവമേ, വഴിക്ക് വെച്ച് വല്ലതും ഇറങ്ങിയോ? അതൊന്നും അറിയില്ല, ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല മാഡം, ആരും വിളിച്ചിട്ടില്ല. മാഡം, എങ്ങനെയെങ്കിലും നമുക്ക് എന്നാൽ പോലീസിൽ അറിയിച്ചാൽ, എന്നിട്ട് പോലീസിൽ അറിയിച്ചിട്ട് പോലീസ് സ്കൂളിൽ വന്ന് നിരങ്ങാനോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ സ്കൂളിന് അഭിമാനക്കേടുണ്ടാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ കിടന്ന് ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ സ്കൂളിന് കുറച്ച് അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യം ഏതായാലും പോലീസിനോട് പറയണ്ട. ആ കുട്ടിയെ നമുക്ക് എങ്ങനെയും കണ്ടെത്താം. പിന്നെ വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തിന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടുത്തെ കുട്ടികൾ ആദ്യത്തിന് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരാഴ്ച ലീവാണ്, അത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? പറഞ്ഞ് മനസ്സിലായി മാഡം. എങ്കിൽ പിന്നെ പോലീസിന് വിവരം അറിയിക്കേണ്ട, നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ എൻ്റെ ജീസസ്, എങ്ങനെയും ആ കൊച്ചിനെ കണ്ടെത്തിയാൽ മതിയായിരുന്നു, ഒരു ആപത്തും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രിൻസിപ്പൾ. പിന്നീട് കാണിക്കുന്ന ഇഷിതയാണ്. അപ്പോൾ ഇഷിത നേരെ ആദിത്യൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുക. ആഹാ, മോനിതെവിടെ എന്തെടുക്കുകയായിരുന്നു? അമ്മ വന്നോ അമ്മേ? അമ്മ ഇതെവിടെയായിരുന്നു? അമ്മനെ ഞാൻ കുറേ നേരമല്ലേ വെയിറ്റ് ചെയ്യുന്നത്. അമ്മ ഡ്യൂട്ടിക്ക് പോയില്ലേ? ഡ്യൂട്ടിക്കോ? മോന് വേണ്ടിയുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയായിരുന്നില്ലേ? അതെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്, കഴിക്കണ്ടേ? അതേ, കൈ കഴുകാൻ മറന്നുപോയോ? സോറി അമ്മേ, ഞാൻ കൈ കഴുകാൻ മറന്നുപോയി, ഞാൻ ഇപ്പം തന്നെ വരാട്ടോ എന്നും പറഞ്ഞ കൊച്ച് കൈ കഴുകാനായിട്ട് പോയാണ്. കൈ കഴുകി വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഇഷിത വിചാരിക്കുകയാണ്, ദൈവം എത്ര നല്ല കൊച്ചാണ്, ഈ കൊച്ചിനെ കിട്ടിയ പാരൻസ് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളൊക്കെയാണ് എന്നും വിചാരിച്ചുണ്ട്. അങ്ങനെ ഈ കൊച്ചിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. വെജിറ്റേറിയൻ ആണോ? ആണോ, സാരമില്ല അമ്മ എന്ത് തന്നാലും ഞാൻ കഴിക്കും, എനിക്ക് അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതെ, മോൻ എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, എനിക്ക് ഒരു കാര്യം പോലും ഓർമ്മ കിട്ടുന്നില്ല അമ്മേ, എനിക്ക് അമ്മ വാരി തരാവോ? അയ്യോ, മോൻ ഇത്രയും വലുതായതല്ലേ, അപ്പോൾ അമ്മ എങ്ങനെയാണ് വാരി തരുന്നത്? ഞാൻ എത്ര വലുതായാലും അമ്മയ്ക്ക് ഞാനെപ്പോഴും കൊച്ചുകുട്ടിയല്ലേ, അപ്പം എനിക്ക് വാരിത്തന്നാൽ എന്താ പ്രശ്നം? ശരി, ഓക്കെ, ഞാൻ വാരിത്തരാം എന്നും പറഞ്ഞ് ഇഷിത കൊച്ചിന് വാരി കൊടുക്കുക. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡാണല്ലോ അമ്മേ. അതെ, എൻ്റെ അച്ഛനെവിടെ? അച്ഛനും തന്നെ കാണാൻ വരാത്തത്? അയ്യോ, അത് പിന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അച്ഛന് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ മോൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടാൽ അച്ഛൻ സങ്കടപ്പെടൂലേ, അതുകൊണ്ടായിരിക്കും അച്ഛൻ വരാത്തത്. അച്ഛൻ്റെ ഫോട്ടോ അമ്മയുടെ കയ്യിലുണ്ടോ? എനിക്കൊന്ന് അത് കാണിച്ചു തരാവോ എന്ന് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. കാരണം ഈ കൊച്ചിനെ ആരുടെ ഫോട്ടോ കാണിച്ചാലും അവരാണ് അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും. അഥവാ ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ അച്ഛനമ്മനെ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ, അഭിനയിച്ചവരെയൊക്കെ മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഇഷിത നമ്മുടെ മഹേഷിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണത്. ഇതാണ് മോൻ്റെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട്. കൊള്ളാലോ, ഹാൻസം, നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. പിന്നെ എനിക്ക് സിസ്റ്ററോ ബ്രദറോ ആരെങ്കിലും ഉണ്ടോ അമ്മേ? ഉണ്ടല്ലോ, മോനൊരു സിസ്റ്റർ ഉണ്ടല്ലോ, ഇത് നോക്കിക്കണ്ടേ, ഇതാണ് മോൻ്റെ സിസ്റ്റർ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. സിസ്റ്ററിൻ്റെ പേരെന്താണെന്നറിയാമോ? ചിപ്പിന്നാ. അമ്മേ, എൻ്റെ പേരെന്താ അമ്മേ? ഇത് കേട്ട ഇഷിത ആകെ ഞെട്ടിപ്പോവുകയാണ്. മോൻ്റെ പേരപ്പോൾ ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല, ഒന്നും ആലോചിച്ച് നോക്കിയേ. ഇല്ലമ്മേ, എനിക്കൊരു ഓർമ്മ പോലും കിട്ടുന്നില്ല. അതായത് മോൻ്റെ പേര് ഇഷാദ് എന്നാണ്. ആണോ? നല്ല പേരാണല്ലോ. അമ്മയുടെ പേര് ചേർത്താണല്ലേ എൻ്റെ പേരും കൂടി ഇട്ടിരിക്കുന്നത് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. മോനെ, ഇനിയേ നമുക്ക് മെമ്മറി പവർ ടെസ്റ്റ് ചെയ്താലോ? അത് ഡോക്ടർ പറഞ്ഞിട്ടാണേ. ഡോക്ടർ പറഞ്ഞായിരുന്നു മോനെ ഇടയ്ക്കിടയ്ക്ക് മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യണമെന്ന്. ആണോ? എങ്കിൽ ചോദിച്ചു അമ്മേ. അതായത് മോന്
മോൻ്റെ വീട് എവിടെയാണെന്ന് മോന് ഓർമ്മയുണ്ടോ? അത് പിന്നെ അമ്മേ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല അമ്മേ. പിന്നെ മോൻ്റെ സ്കൂൾ എവിടെയാണെന്ന് ഓർമ്മ വല്ലതും ഉണ്ടോ? സ്കൂള് അതും ഓർമ്മ കിട്ടുന്നില്ല അമ്മേ. ഞാൻ കുറേ ആലോചിച്ച് നോക്കി. എങ്കിലേ മോന് ഇഷ്ടമുള്ള ഗെയിം ഏതാണ്? ഗെയിം എനിക്കിഷ്ടമുള്ള ഗെയിം അങ്ങനെ നമ്മുടെ ഇഷിത ഒരു ബുക്ക് എടുത്തുകൊണ്ട് വരികയാണ്. ഇത് നോക്കിക്കണ്ടേ. ആ ബുക്കിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഈ കൊച്ചാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവുകയാണ്. കൊച്ചിന് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. കാരണം ക്രിക്കറ്റാണല്ലോ ആദിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗെയിം. അപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെല്ലാം ആലോചിച്ച് കൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നു. അമ്മ എനിക്ക് ഭയങ്കര തലവേദനിക്കുന്നു അമ്മേ. ആണോ? എങ്കിൽ മോൻ കിടന്നോ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കിടത്തുകയാണ്. അപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര ടെൻഷൻ. എന്തായിരിക്കും ആ കുഞ്ഞ് ആലോചിച്ചിട്ടുണ്ടാവുക? മെമ്മറി പവറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതിനനുസരിച്ചാണോ ആ കൊച്ച് ആലോചിച്ചത്? അത് ആലോചിച്ചപ്പോഴാണോ തലച്ചോറിന് ഇളക്കം തട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. മഹേഷാണെങ്കിൽ ഓഫീസിലിരുന്നിട്ടും ഒരു മനസ്സമാധാനമില്ല. ഇഷിതയോട് അങ്ങനെയൊന്നും ചോദിക്കണ്ടായിരുന്നു എന്നാണ് ഇപ്പം മഹേഷിന് തോന്നുന്നത്. നീ ഇത് എവിടെ പോയിരിക്കുകയായിരുന്നു? നീ പാതിരാത്രി ആരെ കാണാൻ വേണ്ടി പോയതാണ്? നീ ആരുടെ കൂടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം. ആ ഒരു ചോദ്യം ചോദിക്കണ്ടായിരുന്നു എന്നാണ് മഹേഷ് ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷിൻ്റെ ആ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. അതല്ല, നീ എന്തെങ്കിലും ഡള്ളായിട്ടിരിക്കുന്നത്? എന്തിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു? ഫാമിലിയെക്കുറിച്ചാണോ? അതെ, ഫാമിലിയെക്കുറിച്ച് തന്നെയാണ്. ഇഷിതയോട് ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇഷിത ഇന്നലെ രാത്രിയും ഒത്തിരി വൈകിയാണ് വന്നത്. അതൊന്നും ചോദിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എടുത്ത് വായിക്കും. എന്നോട് ചാടിക്കയറത്ത് സംസാരിച്ചത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നീയും കുറച്ചും കൂടി കൺട്രോൾ ചെയ്യണമായിരുന്നു. ഇഷിതയുടെ സ്വഭാവമൊക്കെ ശരിക്കും അറിയാലോ. അതുകൊണ്ട് അവൾ എപ്പോഴാണ് എന്താ സംഭവം വരുന്നത് എന്നൊക്കെ അന്വേഷിച്ചിട്ട് ചോദിച്ചാൽ പോരായിരുന്നില്ലേ എന്ന് കൂട്ടുകാരൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ശരിയാണ്, ഞാൻ എടുത്ത ചേട്ടത്തിന് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നിൽക്കുമ്പോഴാണ് ഇവരുടെ ഒരു ബിസിനസ് പാർട്ട്ണർ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ്. അതിന് വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തോളാം. ആവശ്യത്തിനുള്ള ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. പരിചയമുള്ള വീട്ടിൽ ഞാൻ ചേർത്തോളാതെ നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുക. ഏതായാലും അവളെ പിടിച്ചോളാം, അല്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് ആകാശിനെ താഴ്ത്തിറക്കണമെങ്കിൽ അവളെ സോപ്പിട്ട് പിടിച്ചാൽ ശരിയാവുള്ളൂ. നീ ഏതായാലും ചെല്ല്, റിപ്പോർട്ടെല്ലാം പാസ്സാക്കും, പൊയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ പറഞ്ഞു വിടുക. പിന്നീട് കാണിക്കുന്നത് ഇഷിതയുടെ വീട്ടിൽ മഹേഷിൻ്റെ അമ്മയും അതേപോലെ തന്നെ പെങ്ങളും കൂടി ഭയങ്കര ഒരു കർശനമാണ്. എന്നാലും അവൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? രാമനൊരു കാര്യം അറിയാം. രാമൻ എപ്പോഴും ഇഷിതയെക്കുറിച്ചുള്ള സപ്പോർട്ടിംഗ് ആണ്. അല്ല, ഇവൾ ഇതിന് മാത്രം ഹോസ്പിറ്റലിൽ എന്ത് ജോലി? അവന് അത്രയ്ക്കും പേഷ്യൻറ്റുകളുണ്ടോ? പേഷ്യൻറ്റുകളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അവളുടെ കയ്യിൽ 10 പൈസ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെങ്ങൾ പറയണം, അല്ലെങ്കിലും അവളെ കാണാൻ ഏത് പേഷ്യൻ്റാണ് വരുന്നത്? അവൾക്ക് അവിടെ ഒരു തിരക്കൂലെന്നേ. അല്ലെങ്കിൽ തിരക്കുള്ള ഡോക്ടർമാരാണെങ്കിൽ ഇതൊരു പൈസ കണ്ടാനെ. ഓരോ ഡോക്ടർമാർ വലിയ വലിയ ബംഗ്ലാവുകളാണ് വെക്കുന്നത്. ഇവളുടെ കയ്യിൽ അത് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇനി പറയാൻ പറ്റൂല. ഇവളുടെ കയ്യിലെ പൈസ മുഴുവൻ അവളുടെ തള്ളക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. ഇത് കേട്ട രാമൻ, ഇതാണ് പറയുന്നത് കുശുമ്പ് എന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കേ കുശുമ്പ് മൂത്തിരിക്കുക. അതാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാമൻ എപ്പോഴും അല്ലെങ്കിലും ഇഷിതയെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ. അതെ, ഡോക്ടർ ഇഷിത ആരാണെന്ന് അറിയാനായിട്ടെ നിങ്ങൾ പുറത്തു പോയൊന്ന് അന്വേഷിക്കേ. അപ്പം മനസ്സിലാവും ഡോക്ടർ ഇഷിത ആരാണെന്ന്. ഞാൻ രണ്ടും സംസാരിച്ച് പോകരുത്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണമായിരിക്കും പുറത്തു പോകാനായിട്ട് പോകുന്നത്, മനസ്സിലായോ എന്നും പറഞ്ഞ് ഇവ രണ്ടുപേരെയും വിലക്കി നിർത്തുകയാണ്. ഇനി രാമൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവുമില്ല. അവൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്നീ തള്ള ചിന്തിക്കുക. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ഇഷിതയാണ്. അപ്പോൾ ഇഷിത രാത്രിയായിട്ടും വീട്ടിൽ പോകാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് ചോദിക്കും, ഡോക്ടർ വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ പോയില്ല, കുറച്ച് ലേറ്റായിട്ട് ഞാൻ പോകുള്ളൂ. ഏതായാലും ഡോക്ടറെ എങ്ങനെയുണ്ട്? ആദിയുടെ പേരൻസ് വന്നോ? ഈ കുട്ടിയുടെ പേരൻസ് വന്നോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, പേരൻസ് നാളെ എത്തും. അല്ല, ആക്സിഡൻറ്റ് കേസാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ല, റിസപ്ഷനിൽ ഇങ്ങനെ പറയുന്നത് കേട്ടെ. ഇവരും പറയുന്നത് കേട്ട് പാടി നടക്കണ്ട. അയ്യോ സോറി ഡോക്ടറിന്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി അല്ലേ? എനിക്കിപ്പോൾ പിന്നെ ഡ്യൂട്ടി പോയി ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുക. അപ്പോൾ ഇഷിത ഈ ആദിയുടെ റൂമിലേക്ക് കയറാൻ പോകുന്ന ആ സമയത്ത് ദേ വരുന്നു മഹേഷിനെ കണ്ട ഉടനെ തന്നെ ഇഷിത നേരെ റിസപ്ഷനിലേക്ക് ചെന്നിട്ട്, അതെ, എന്നെ തിരക്കി ഇവിടെ ആര് വന്നാലും ഞാനില്ലെന്നേ പറയാനായിട്ട് പാടുള്ളൂ. അഥവാ എൻ്റെ ഹസ്ബൻഡ് വന്നാൽ പോലും ഞാനിവിടെ ഇല്ലെന്ന് പറയണം. എന്നോടുള്ള കാര്യം പറയരുത്. ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത പോവുക.
അങ്ങനെ മഹേഷ് വന്ന് റിസപ്ഷനിൽ ചോദിക്കുകയാണ് ഡോക്ടർ ഇഷിതയുണ്ടോയെന്ന്. അയ്യോ ഇല്ലല്ലോ മാഡം, ഇവിടെ ഇല്ലല്ലോ, പോയല്ലോ എന്നൊക്കെ പറയാം. എപ്പോഴാണ് പോയെന്നറിയാവോ? അയ്യോ അറിയില്ല സാറേ, എപ്പോഴാണ് പോയെന്നറിയാം. ഞാനേ ഡോക്ടർ ഇഷിതയുടെ ഹസ്ബൻഡാണ്. ആ എനിക്കറിയാം സാറേ. അല്ല ഇന്നലെ ഇവിടെ എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല, എനിക്ക് ഇന്നലെ ഇവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താ മാഡം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയണോ? ഇല്ല, എന്നെ വിളിച്ചാൽ മതി, എൻ്റെ നമ്പറുണ്ടല്ലോ അല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് പോയി കഴിഞ്ഞപ്പോൾ ഇഷിതയ്ക്ക് സമാധാനമായി. ഇഷിത നേരെ ആദിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ആഹാ, അമ്മ വന്നോ അമ്മേ? അല്ല, ഇത്ര നേരമായിട്ടും ആദി ഇങ്ങനെ തന്നെ കുത്തിയിരിക്കുവാണ്. അമ്മ ഭക്ഷണമായിട്ട് വന്നാണോ? അതെ, ഭക്ഷണമായിട്ട് വന്നാണല്ലോ, നമുക്ക് കഴിച്ചാലോ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണോ കഴിക്കാനായിട്ട് പോകുന്നത്? അതെ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ, ബൈ.